ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെയും ഇന്നർ ക്രിട്ടിക്കിനെയും ഒക്കെ നമ്മൾ സെൽഫ് ടോക്ക് വഴിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ മസ്റ്റായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ബുക്ക് ഇതിനു വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ എത്രയോ രൂപ കൊടുത്ത് പഠിക്കുന്ന കോഴ്സസ് ആണ് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഇതുവഴി തരുന്നത്. അപ്പം നിങ്ങളിത് മാക്സിമം ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, എനിക്കും നല്ലതായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ ഒരു ചാനൽ കണ്ടാൽ മതി എന്നിട്ടുള്ള ഒരു റിക്വസ്റ്റും ഉണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒരു പുതിയതായിട്ടൊരു ബുക്ക് വാങ്ങിക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ വല്ല പേപ്പറിനകത്ത് ഇത് പറയുന്നത് പോലെ എഴുതി വെക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളാണ് നമ്മളുടെ നാളത്തെ കാര്യമായിട്ട് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ചിന്തകളിൽ പരിവർത്തനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത്? അതിന് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചിന്തകളെ നിരീക്ഷിച്ച് വെറുതെ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഉള്ളിലുള്ള പ്രോഗ്രാം മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതിന് നമ്മൾ ശരിക്കും പണിയെടുക്കണം. വേറെ ആര് കിടന്ന് മാനിഫെസ്റ്റ് ചെയ്താലും നമ്മുടെ ലൈഫ് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സിറ്റുവേഷനകത്ത് നിങ്ങൾ ഡൗൺ ആയി, അല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും കളിയാക്കി ചിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പോലെ പറയാം. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങളത് പ്രോഗ്രാം ചെയ്യാൻ. കൂടാതെ അഡീഷണലി 3-4 റീസൺസ് വരുന്ന ടൈമിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ ഒന്നുകിൽ പോസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയുന്ന വോയിസിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ആദ്യമായിട്ട് നിങ്ങളൊരു കോളം എടുക്കണം. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം, അതായത് ഒന്നാമത്തെ സാഹചര്യം സിറ്റുവേഷൻ എന്താണ്, ഒന്നാമത്തെ കോളത്തിൽ സിറ്റുവേഷൻ. രണ്ടാമത്തെ കോളത്തിൽ ഇന്നർ ക്രിട്ടിക് അഥവാ നെഗറ്റീവ് ചിന്ത. ഒന്നാമത്തെ കോളത്തിൽ സാഹചര്യം, രണ്ടാമത്തെ കോളത്തിൽ നെഗറ്റീവ് ചിന്ത അഥവാ ഇന്നർ ക്രിട്ടിക്, മൂന്നാമത്തേനകത്ത് നിങ്ങൾ ഇമോഷൻ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തോന്നിയത്, നാലാമത്തത് നിങ്ങൾക്ക് എങ്ങനെ ലോജിക് എന്താണ്, അതിന്റെ യുക്തിപരമായ ചിന്ത, അത് സൈക്കോളജിക്കലി പറയുവാണെങ്കിൽ അഡൾട്ട് സ്റ്റേറ്റ് എന്ന് പറയും, യുക്തിപരമായ ചിന്ത. ഇനി അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കം. ഈ 5 കോളമായിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ നിരീക്ഷിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡൗൺ ആയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് എന്താണ് എന്നിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കർമ്മ മേഖല എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ആ മേഖലയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് റീസൺ വന്നത് എന്നിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തായിട്ട് വരും, ആ ലൂപ്പിൽ കടന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ആ ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ എന്ത് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ചെയ്യണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൗണ്ടർ സജഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 0 to 10 ഏജ് വരെ നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ഭാവിയിൽ പല പല സ്റ്റക്കായിട്ടും പല രീതിയിൽ നമ്മൾക്ക് എന്തെടുക്കാൻ പറ്റാത്തത്, നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ പുറത്തെടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ. അപ്പൊ ഏത് ജീവിത സാഹചര്യങ്ങളാണ് എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കുക. അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സിറ്റുവേഷൻ്റെ അവിടെ നമ്മൾ എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ് ഈ ഒരു ചിന്ത വന്നത്? അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടും, നമ്മൾ ക്ലാസ്സിലിരുന്നപ്പോഴോ ഓഫീസിലിരുന്നപ്പോഴോ ആണ്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി എഴുതിക്കോണം എന്താണ് അത്. ചിലർക്ക് ചില ആൾക്കാരോട് നമ്മൾക്കാണെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ടീച്ചർമാരോടൊക്കെ സംശയം ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എണ്ണിച്ച് നിന്ന് ചോദിക്കുമോ, കളിയാക്കുമോ, മറ്റുള്ള പിള്ളേർ ചിരിക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചോദിക്കാൻ പിന്നെ ക്ലാസ്സിൽ മെനക്കെടാറില്ലായിരുന്നല്ലോ. ഈവൻ നമ്മുടെ മനസ്സിന് ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കുന്നു പറഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുവാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഓഫീസിലെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒരു സംശയം ചോദിച്ചപ്പോൾ ചിലർ ചിരിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കുവാണ്, എന്താണ് നെഗറ്റീവ് ചിന്ത നമുക്ക് വന്നത്, എന്താണ് ആ നെഗറ്റീവ് ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് സാഹചര്യത്തിലാണ് ആൾക്കാർ ചിരിച്ചത്. അതായത് ഓഫീസിലെ മീറ്റിംഗിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചപ്പോൾ ചിലർ ചിരിച്ചു. അപ്പൊ ചിലർ എന്നിട്ടുള്ളത് അവിടെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ കോളത്തിനോട് നെഗറ്റീവ് ചിന്ത അഥവാ ഇന്നർ ക്രിട്ടിക്കിന്റെ അവിടെ എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തിയത്, അതാണ് നമ്മൾ പറയുന്നത്.
എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ചോദിച്ചത് തികച്ചും വിഡ്ഢിതരമായിരുന്നു, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ, അതായത് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, ആൾക്കാർ ഒന്ന് രണ്ട് പേര് ചിരിക്കുന്ന ടൈമിൽ നമ്മൾ വിചാരിച്ചവരൊക്കെ നമ്മളെ കളിയാക്കുകയാണ് എന്ന് നമ്മൾക്ക് തോന്നി. ഇന്നർ ക്രിട്ടിക്, മനസ്സിലായോ? ആ കുറ്റപ്പെടുത്തൽ, ആ സംഭവം. അതിന് മൂന്നാമത്തെ കോളത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്ന സംഭവം ഇട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് റിയൽ ആയിട്ട് ഫീൽ ചെയ്തു? എന്താണ്? അതായത് നിങ്ങൾക്ക് അപകർഷാബോധം ആണോ ഉണ്ടായത്, വിഷമമാണോ, ദേഷ്യമാണോ? അപ്പൊ ആ ഒരു പെർസെന്റേജ് നിങ്ങളൊന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 80%, അതായത് നിങ്ങൾ, ചില ആൾക്കാർ പറയുന്നത് ഞാൻ അന്നേരം അങ്ങ് ഭൂമിയിലോട്ടങ്ങ് താഴ്ന്നു പോയതായിട്ട് തോന്നി, ഞാനങ്ങ് ചൂളിപ്പോയതായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് നമ്മളെ പിടിച്ച് താപ്പോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്ത് ഇമോഷൻ തോന്നി, അത് നിങ്ങൾ എത്ര പെർസെന്റേജ് ആണെന്ന് ഉള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേ, അത് എത്ര പെർസെന്റേജ് ആണെന്ന് എഴുതി വെക്കുക. ഇനി അത് കൂടാതെ നാലാമത്തേനകത്ത് ഇവിടെ എന്തുണ്ട്? യുക്തിപരമായ ചിന്ത. ഇതിന് വിപരീതപരമായ യാഥാർത്ഥ്യം എന്താണ്? അതായത് നമ്മൾ അതിനെ, അതായത് ഈ പറയുന്ന നമ്മുടെ ഇന്നർ ക്രിട്ടിക്കിനെ നമ്മൾ തികച്ചും പിന്നെ എന്ത് രീതിയിൽ നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് തികച്ചും ഏത് രീതിയിൽ? ഒരു നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്ത്, അല്ല എങ്കിൽ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ, ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? അവർ നിന്റെ ചോദ്യം കേട്ടില്ല. ഇപ്പൊ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്തതാണ്, അവർ എന്റെ ചോദ്യം കേട്ട് കാണത്തില്ല, മറ്റെന്തോ ആലോചിച്ചാവോ അവർ ചിരിച്ചത്. മനസ്സിലായോ? അവര് പല മനുഷ്യരും അവരവരുടെ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും അവർ നാട്ടുകാരത് പറയുന്നു, ഈ നാട്ടുകാർ ഇത് പറയുന്നു, അവർക്ക് നമ്മളെ പോലെ തന്നെ പ്രശ്നങ്ങളില്ലേ? അപ്പൊ അവരും അവരുടേതായിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്ന റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. നമ്മളെ നോക്കിയിട്ടല്ല അവർ ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പക്ഷെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ പ്രോഗ്രാം ചെയ്ത് നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇത് പറയും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പറയും, അവരെ വെച്ചുള്ള കമ്പാരിസൺ, ഇതെല്ലാം നമ്മളെ ഡൗൺ ആക്കി നമുക്ക് ആ രീതിയിലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ചിന്തയെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുകയാണ് ഈ സംഭവത്തിൽ. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം? ഒരു നല്ല മുതിർന്ന വ്യക്തി ചിന്തിക്കുന്നത് പോലെ എന്ത് പറയണം? ഇതിന്റെ വിപരീതപരമായ യാഥാർത്ഥ്യം, റിയാലിറ്റി എന്തായിരിക്കും? സംശയം ചോദിക്കുന്നത് പഠനത്തിന്റെ ഭാഗമാണ്, അല്ലെ? നമ്മൾ സംശയം ചോദിക്കുന്ന പഠനത്തിന്റെ ഭാഗമാണ്. മുൻപ് ഞാൻ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു തവണ അവർ ചിരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പൊ അവിടെ എഴുതി വെക്കുക ആ കോളത്തില്, അവർ എന്റെ ചോദ്യം കേട്ടായിരിക്കത്തില്ല, മറ്റെന്തോ ആലോചിച്ച് അവൻ ചിരിച്ചത്. അതിന് നമ്മൾ എന്ത് കൊടുക്കുക? ലോജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ അവിടെ കൊടുക്കുക. നമ്മളുടെ മൈൻഡിന് ആ ഒരു പിന്നെ സംഭവത്തിനെ റീപ്രോഗ്രാം ചെയ്യുക. അല്ലെങ്കിൽ എവിടെ കിടക്കും? അവർ നമ്മളെ കളിയാക്കിയാണ് ചിരിച്ചത് എന്ന ആ ഇന്നർ ക്രിട്ടിക്ക് നമ്മളെ വളരാൻ അനുവദിക്കത്തില്ല. അതായത് ഏതെങ്കിലും ഒരു പിന്നെ സ്റ്റേജിൽ കയറുമ്പോഴുള്ള ഒരു ഭയമോ, ഇതെല്ലാം ഏതാണ്? ഓൾഡ് ചൈൽഡ്ഹുഡ് ഡ്രോമയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഇന്നർ ക്രിട്ടിക് മൈൻഡ് നമ്മളെ ഉയരാൻ സമ്മതിക്കാത്തതാണ്. അപ്പൊ ആ ഒരു സംഭവത്തിനെ നമ്മൾ കോൺഷ്യസ്ലി റീപ്രോഗ്രാം ചെയ്യണം. എങ്ങനെ? ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അവർ മേ ബി വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും. ഞാൻ ഇതിനു മുമ്പേ ഓൾറെഡി നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മേ ബി ഞാൻ ചോദിച്ചത് അവര് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് സമയം എടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ സമയം എടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ 1% ആൾക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കണം എന്നിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ ഈ ഇന്നർ വർക്ക് ചെയ്യണം. ഇനി അതിന്റെ ഔട്ട്കം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ടൈമിൽ ഒരു 80% ആൾക്കാർ എന്നെ കളിയാക്കിയാണ് ചിരിച്ചത് എന്നുള്ള ചിന്തയിൽ നിന്നും ഇങ്ങനൊരു തോട്ട് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാൻ പറ്റി? നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറച്ച് മാറിയിട്ടില്ലേ? അപ്പൊ ഒരു സമാധാനം കിട്ടി, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഒരു വിഷമം കുറഞ്ഞ് അതിന്റെ ഒരു പകുതി ആയിട്ടുണ്ട്, അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ അടുത്ത തവണ കുറച്ചു കൂടിയിട്ട് വ്യക്തമായിട്ട് ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കും. അവിടുത്തെ ഔട്ട്പുട്ട് അവിടെ എഴുതി വെക്കണം. മേ ബി അവർ കേൾക്കാഞ്ഞിട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ലതായിട്ട് ചോദ്യം ചോദിക്കും എന്നതാണ് നമ്മൾക്ക് ഈ 5ാമതായിട്ട് ഔട്ട്പുട്ട്. അപ്പൊ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൗണ്ടർ സജഷൻസ് കൊടുത്തിട്ട് റീപ്രോഗ്രാം ചെയ്യാം. പക്ഷെ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നതല്ല. ഓരോ മിനിറ്റും നമ്മൾ ആരെ ശ്രദ്ധിക്കണം? നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന പ്രോഗ്രാംസിനെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് മാറ്റം വരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി മാറ്റം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സബ് കോൺഷ്യസിലോട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാറി നമ്മളുടെ വ്യക്തിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ടൈമില് നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞത്,
അപ്പൊ ചില ആൾക്കാർ നമ്മളോട് പറയുവാണ്, ഇന്നർ ക്രിട്ടിക്ക് പറയുവാണ്, നിനക്കിത് ചെയ്യാൻ കഴിയത്തില്ല, നീ തോറ്റു പോകും എല്ലാവരുടെയും മുമ്പിൽ. അതായത് നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭയങ്കര മടിയാണല്ലോ. അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർ എന്ത് പറയും, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും, അവരെന്നെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും എന്ന ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പൊ പലരും പറയും, ഓ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും ഒന്ന് പോകാം, എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അപ്പൊ അത് എന്തായിരിക്കും, പോസിറ്റീവായിട്ട് നമ്മൾ അവിടെ സെൽഫ് ടോക്ക് കൊടുക്കണം, ഇത് എനിക്ക് പുതിയൊരു കാര്യമാണ്, ദിസ് എ പുതിയ കാര്യമാണ്. ബട്ട് എന്താണ്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഭയം സ്വാഭാവികം, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിയർ ആണ്. ഞാൻ പൂർണ്ണമല്ല എങ്കിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മാക്സിമം ഞാൻ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്നിട്ടുള്ള കാര്യം നമ്മൾ പറയത്തില്ലേ, എന്നെ കൊണ്ട് മൊത്തത്തിലൊന്നും പറ്റത്തില്ലെങ്കിലും എന്നെ കൊണ്ട് മാക്സിമം ഞാൻ പരമാവധി ശ്രമിക്കാം എന്നിട്ടുള്ള രീതിയിൽ പറയും. പരാജയപ്പെട്ടാൽ പോലും കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്ന് പുതിയൊരു പാഠം പഠിക്കാം. അപ്പം ഓരോ പരാജയത്തിൽ നിന്ന് നമ്മൾ ഓരോ പാഠം പഠിക്കും എന്നിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തു വെക്കണം. തന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ഒരു ഭയം സ്വാഭാവികമാണ്, എന്നാലും ഞാൻ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ആ പോസിറ്റീവ് ടോക്കിനെ, അതായത് നിനക്കിത് ചെയ്യാൻ കഴിയില്ല, നീ തോറ്റുപോകും, എല്ലാവരുടെയും മുന്നിൽ നാണം കെടും എന്ന് പറയുന്ന ആ ഒരു ഇന്നർ ക്രിട്ടിക് ആയിട്ടുള്ള സെൽഫ് ടോക്കിനെ നമ്മൾക്ക് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എനിക്കൊരു പുതിയൊരു കാര്യമാണ്, ചെറിയ ഭയം സ്വാഭാവികമാണ്, പൂർണ്ണമല്ലെങ്കിലും എനിക്ക് പരമാവധി നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി, അതായത് അന്ന് നീ എടുത്ത ഒരു തീരുമാനം എത്ര വലിയ വിഡ്ഢിത്തരമായിരുന്നു എന്ന് നമ്മളിങ്ങനെ പറയും. നിനക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. മേ ബി ആരെങ്കിലും നമ്മളെ കുഞ്ഞുനാളിൽ അങ്ങനെ കളിയാക്കിയതായിരിക്കാം. മേ ബി ഇപ്പോഴും ആ ഒരു പ്രോഗ്രാം നമ്മൾക്ക് റണ്ണിങ് ആയിരിക്കും. അതായത് ചില ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ സമൂഹത്തിലുമായാലും. അപ്പൊ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ എൻ്റെ അറിവ്, മേ ബി ഒരു 4ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ സംഭവിച്ച കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരു ടീച്ചർ കുറ്റപ്പെടുത്തിയതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കളിയാക്കിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേതോ നമ്മുടെ കസിൻസോ ആരെങ്കിലും നമ്മളെ കളിയാക്കിയതായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? അന്നത്തെ നമ്മളാണോ ഇപ്പം? അല്ല, നമ്മൾ വളർന്നു. പക്ഷെ എപ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നതേ ഉള്ളൂ, ഓൾഡിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതിനെ പിടിച്ച് എവിടെ കൊണ്ടുവരണം? കറണ്ട് സിറ്റുവേഷനിൽ കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യുക, അന്ന് എൻ്റെ അറിവിനും സാഹചര്യത്തിനും അനുസരിച്ച് ഏറ്റവും ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ തെറ്റിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ പാസ്റ്റ് വെച്ചിട്ട് നീ എന്നെ ഒരിക്കലും അളക്കാൻ നോക്കണ്ട എന്ന് നമ്മൾ മനസ്സിനോട് പറയുകയാണ്. മനസ്സിലായി? അപ്പൊ അതിനെ നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ആ രീതിയിൽ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അതായത് ആ ഒരു ടൈമിലും സാഹചര്യത്തിനും അനുസരിച്ച് മേ ബി ഞാൻ എടുത്തത് തെറ്റായിരിക്കാം, അന്ന് എനിക്ക് അത്ര മാത്രമേ വിവരമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്ന് കുറെ പാഠങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. സോ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇന്ന് പുതിയൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ അങ്ങ് അസൈൻ ചെയ്തു. ഇനി വേറൊരു സിറ്റുവേഷനാണ്, അതായത് നോക്കൂ, മറ്റുള്ളവരെയൊക്കെ എത്ര വേഗത്തിലാണ്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഒരേപോലെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരേപോലെ പഠിച്ചു, പക്ഷെ നമ്മൾക്ക് എങ്ങും എത്താൻ പറ്റിയിട്ടില്ല. നീ ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. നമ്മൾ തന്നെ നമ്മളോട് പറയുവാണ്, നമ്മൾ വേറൊരു വ്യക്തിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണ്, മറ്റുള്ളവരൊക്കെ എത്ര വേഗത്തിലാണ് വിജയിക്കുന്നത്, നീ എപ്പോഴും ഇവിടെ തന്നെ എവിടെയും എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ പോലെ നമ്മൾ എന്ത് കൊടുക്കാം, ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കായിട്ട് എങ്ങനെ കൊടുക്കാം? ഓരോരുത്തരുടെയും ജീവിത സാഹചര്യവും സമയവും ഒക്കെ വ്യത്യാസമാണ്. നമ്മൾ അവരോട് മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സാഹചര്യങ്ങളും വ്യത്യാസമാണ്. ഞാൻ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല. അതായത് കമ്പയർ ചെയ്യുന്ന ആ ഒരു പിന്നെ നമ്മുടെ ഇന്നർ ക്രിട്ടിക് ഉണ്ടല്ലോ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ ഒന്ന് ഇടിച്ചു താൽക്കുന്ന നമ്മുടെ തന്നെ സ്വഭാവം, അതിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും സമയവും വ്യത്യസ്തമാണ്. ഞാൻ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല. ആരോടാണ് മത്സരിക്കേണ്ടത്? എൻ്റെ ഇന്നലകളോട് മത്സരിച്ച് അതിൽ നിന്ന് 1% എങ്കിലും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുമോ? ഒരിക്കലും മെച്ചപ്പെടാൻ പോകത്തില്ല. നമ്മൾ എവിടെയാണോ ഫോക്കസ് കൊടുക്കുന്നത് അവിടെയാണ് എനർജി പോകുന്നത് എന്ന ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണ്ടതാണ്. ഇനി വേറൊരാൾക്കാർ പറയായിരിക്കും ഇന്നർ ക്രിട്ടിക്കായിട്ട്, കണ്ടില്ലേ, ചെറിയ കാര്യം പോലും ചില ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തും ചിലരെ. അതായത് നിനക്ക് ചെറിയൊരു കാര്യം പോലും നിനക്ക് നേരെ ചൊവ്വ ചെയ്യാൻ പറ്റില്ല. ചില ഹസ്ബൻഡുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, നീ എന്തിനും കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ കൊള്ളാത്തവളാണ് എന്നൊക്കെയുള്ള രീതിയിൽ കൊച്ചു പിള്ളേരെ ആയാലും ഒക്കെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കളിയാക്കത്തില്ലേ. ആ കളിയാക്കൽ മൂലം ഈ പിള്ളേരെന്ത് ചെയ്യും, അവരുടെ ആ മാനസികമായിട്ടുള്ള വളർച്ച മുരടിച്ചു പോകും. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളായിരിക്കും, മനസ്സ് എപ്പോഴും ആ പ്രായത്തിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ.
അപ്പൊ ഇങ്ങനെ ഓരോരോ ക്രിട്ടിക്സ് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ ഈ കിടക്കുന്നത് കൊണ്ടാണ് ഇവർ വെറുതെ കുറെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്താലും ആ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താലും ആ ടെക്നിക്കൊക്കെ കുറച്ചൊക്കെ വർക്ക് ചെയ്യും. ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? ഓരോ പ്രാവശ്യവും അവർ മാനിഫെസ്റ്റ് ചെയ്യുമ്പം ഈ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് റൂട്ട്, നമ്മളുടെ പാത്രം നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ക്ലിയർ അല്ല എങ്കിൽ അവിടെ എന്ത് ആലോചിച്ചാലും പിരിഞ്ഞു പോത്തല്ല ഉള്ളൂ. അപ്പൊ അവിടെ എത്ര ടെക്നിക്സ് ചെയ്താലും വിജയിക്കത്തില്ല. നമ്മുടെ ഉള്ളിലെ ഈ ചിന്തകളെയും ഈ കമ്പാരിസണിനെയും ഈ ക്രിറ്റിസിസത്തിനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റീപ്രോഗ്രാം ചെയ്യണം. ആ റീപ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് ആണ് റീപ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ ഒരാളും നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വന്ന് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടിനെയും എല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ, അതായത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് സെറ്റ് ആവത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു കാര്യം പോലും നിനക്ക് നേരെ ചൊവ്വാൻ പറ്റത്തില്ല. ആ പ്രോഗ്രാം നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു. നമ്മളിപ്പം 10, 45, 50 വയസ്സായി എന്ന് വിചാരിക്കുക. വീണ്ടും നമ്മൾക്കത് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പോഴും പറ്റത്തില്ല. ഒരു സെൽഫായിട്ട് ഒരു സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പലതിലും വന്ന് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ വീഴ്ച പറ്റിയത് കൊണ്ട് ഞാൻ മോശക്കാരനാവുന്നില്ല. നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വീഴ്ചകളൊക്കെ കഠിനാധ്വാനം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയത് എന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും ഞാൻ എന്നെ തന്നെ റീവയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെറ്റുകളിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് എൻ്റെ ലൈഫ് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ സെൽഫ് ടോക്കിനെ മാറ്റി മാറ്റി ചിന്തിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരു 21 days പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾക്ക് ന്യൂറൽ പാത്ത് നമ്മുടെ തലയിൽ തലവര മാറാൻ ചെറുതായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ മാറ്റി 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 ഒരു 1 year ഒക്കെ ആകുമ്പോൾ മാത്രമേ ആണിത് കോൺഷ്യസ്ലി നമുക്കൊന്നും ചെയ്യാതെ തന്നെ ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്നൊക്കെ ടോക്സ് വരത്തില്ലേ, ആ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അത്രയും ടൈം എടുക്കും. കൺസിസ്റ്റന്റ് ആയി നമ്മൾക്ക് ഉള്ളിൽ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വെളിയിൽ അതിന്റെ റിഫ്ലക്ഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും, അതൊക്കെ ഒന്ന് പെട്ടെന്ന് പോകും, അത്രയൊക്കെ ഉള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ആ പ്രോഗ്രാംസിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ചെയ്ത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം ഒറ്റയിടിക്കുന്ന ചെയ്യണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ചില ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മീൻസ് അകാരണമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ആ ദിവസം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചത് കൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരുടെയും ഒരു വീഡിയോ കണ്ടപ്പോൾ അവരെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ളതായിരിക്കാം. അപ്പം എന്ത് സാഹചര്യം കൊണ്ടാണ്? അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കാം, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലായിരിക്കാം. എന്തും ആയിക്കോട്ടെ, ആ ഡൗൺ ആവുന്ന സിറ്റുവേഷൻ എടുക്കുക, ഈ ബുക്ക് എടുക്കുക, എപ്പോഴാണ് അത് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക. നമ്മൾക്കറിയാവുന്നതിന്റെ അത്രയും കാര്യങ്ങൾ ലോകത്ത് ഒരു വ്യക്തിക്കും നമ്മളെ പറ്റിയിട്ട് അറിയത്തില്ല. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിൽ തന്നെ പണിയെടുക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.